വളരെ പോപ്പുലർ ആയിട്ടുള്ള തുളുവ മാംഗ്ലൂരിയൻ റെസിപ്പിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഗീ റോസ്റ്റ്. ഇത് മംഗലാപുരത്ത് കുണ്ടപ്പുര എന്നൊരു ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു റെസിപ്പിയാണ്. ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, ചുവന്ന മുളക് 5 എണ്ണം, ചെറിയ ജീരകം 2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ വലിയ ജീരകം, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, 10 കശ്മീരി മുളക്, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ്, 1 സവോള ചെറുതായി അരിഞ്ഞത്. മസാലകൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റൗ കത്തിച്ച് അതിലോട്ട് ഒരു ഫ്രൈങ് പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈങ് പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് കശ്മീരി മുളക്, ചുവന്ന മുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, മല്ലി എന്നിവ ചേർത്ത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. മസാലാസ് നല്ലവണ്ണം ഡ്രൈ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാല ഒരു മിക്സിന്റെ ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങ നീര് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഫൈൻ പേസ്റ്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അല്പം വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, തൈര്, അരച്ചു വെച്ചിരിക്കുന്ന മസാല, എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കാം. ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് അതിലോട്ട് ഒരു കുക്കിംഗ് പാൻ വെച്ച് കൊടുക്കാം. കുക്കിംഗ് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് സോട്ടേ ചെയ്തെടുക്കാം. ഉള്ളി നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം മുക്കി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചെറിയ രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം. ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഗീ റോസ്റ്റ് ഇപ്പോൾ നെയ്യൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സർവിംഗ് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല ബോൺലെസ് പീസാണ്. അതിൻ്റെ കൂടെ കുറച്ച് മസാല കൂടി ചേർത്തി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. ചെറിയ പുളിയുണ്ട്, നാരങ്ങയുടെ ആ ചെറിയൊരു പുളിയും മസാല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് റോട്ടി, ചപ്പാത്തി അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.